ഹായ് എടാ, നിങ്ങൾ ഈ ലൈഫിലെ ടേണിംഗ് പോയിന്റ് നേട്ടില്ലേ? ശരിക്കും എന്താ ഈ ടേണിംഗ് പോയിന്റ്? എൻ്റെ ഒരു അഭിപ്രായത്തില്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ച് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആരെങ്കിലും പരിചയപ്പെടുന്നു, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂളൊക്കെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക്, അതായത് നമ്മൾ ആഗ്രഹം എന്താണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കാനുള്ള ഒരു സംഭവം കൂടെ സംഭവിക്കുന്നു. അതിനാണ് ശരിക്കും എന്താ പറയുക, നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം അല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ സാർ എന്തിനാ ഈ ടേണിംഗ് പോയിന്റിനെ കുറിച്ച് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ദിസ് ക്യാൻ ബി യുവർ ടേണിംഗ് പോയിന്റ്. ഉറപ്പായിട്ടും ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആവാൻ പറ്റും. അതായത് അതിൽ ഏറ്റവും ഫസ്റ്റ് ആണ് നിങ്ങൾക്കൊരു ആഗ്രഹമാണ്. അതായത് നിങ്ങളിപ്പോൾ +1 കുട്ടികളാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി 98% കുട്ടികളും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ചില ആൾ പഠിച്ച് നോക്കിയിട്ട് നടക്കാത്ത കുട്ടികളുണ്ടാവും. ചില ആളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ തന്നെ എന്നെ കൊണ്ട് പറ്റൂല എന്ന് മാറി നിന്ന ആൾക്കാരുണ്ടാവും ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും എന്താണ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, എൻ്റെ പോക്ക് ശരിയല്ല, ഇങ്ങനെ പോയാൽ പണി കിട്ടും, എങ്ങനെയെങ്കിലുമൊക്കെ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റായിട്ട് ഉള്ളൊരു സംഭവമായിരിക്കും എന്ത്, എജ്യൂപോർട്ടിൻ്റെ +1 ഫാസ്റ്റ് ട്രാക്ക് ബാച്ചും. സോ ഈ ബാച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഇയാൾ വെറുതെ തള്ളിയൊന്നുമില്ല, ടേണിംഗ് പോയിൻ്റാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തിട്ടോ. അതായത് ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും കാര്യമായിട്ടൊന്നും പഠിക്കാത്ത കുട്ടികൾക്കും കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് ഫുൾ മാർക്കിലേക്ക് എത്തിക്കലാണ് നമ്മുടെ പ്ലാന്. ആൻഡ് ഓഗസ്റ്റ് 30 വരെ ഇതിന് വരുന്ന ഫീ എന്ന് പറയുന്നത് 4799 ആണ്, 4799 നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവസാനം വരെ കേട്ടിട്ട് ജോയിൻ ചെയ്താൽ മതി. ഈ രജിസ്ട്രേഷൻ കമൻറ്റ് ബോക്സിലെ രജിസ്ട്രേഷൻ ലിങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. ബെറ്റർ രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറഞ്ഞത് ഓഗസ്റ്റ് 30 ഉള്ളിലാണ് ഈ പ്രൈസ്, അല്ലെങ്കിൽ 5999 ആയിരിക്കും. ഓക്കെ, റെഡി. ഇനി എന്താ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ കംപ്ലീറ്റ് സിലബസ്, അതായത് ഓണപ്പരീക്ഷ വരെ സാധാരണ സ്കൂളുകളൊക്കെ എടുത്തത് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ തുടങ്ങും. ആൻഡ് തുടങ്ങിയിട്ട് നമ്മളെന്ത് പോർഷൻസ് ഒരു നവംബറോട് തീർത്ത് ഓണപ്പരീക്ഷയുടെ മുന്നേ ഉള്ളത് ഒക്കെ കൂടെ എന്ത് ചെയ്യും, ഡിസംബറിന് മുമ്പേ കംപ്ലീറ്റ് തീർക്കും. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ സാർ അതൊക്കെ ഇനി നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ +1 അല്ല, എന്താ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സെറ്റ് എന്നുള്ള ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ആദ്യം എന്താണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടല്ലേ, ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ സെറ്റല്ല, അതേ സ്ഥാനത്ത് എന്താണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ ബുക്കും സെറ്റാണ്, ഏറ്റവും ബെസ്റ്റ് 5 ബുക്ക് സെറ്റല്ല, നമുക്ക് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞല്ലേ. അങ്ങനത്തെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ സ്കിപ്പ് ചെയ്യും. അതായത് അതൊന്നും ഇനി എന്ത് ചെയ്യണ്ട, നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും. അതായത് മുമ്പത്തെ ഇത് ഒരു 6 മണിക്കൂറാണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നമ്മളൊരു ചാപ്റ്റർ തീർക്കുക ഏകദേശം ഒരു 4 മണിക്കൂർ. ചാപ്റ്ററിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് മാറും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഡിസംബറിന് മുന്നേ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫുൾ പോർഷൻസ് നമ്മൾ തീർത്തരും. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുതു ചാപ്റ്റേഴ്സ് ആയിരിക്കും, പുതു വീഡിയോസ് ആയിരിക്കും. കാരണം എക്സാം പാറ്റേൺ മാറിയിട്ട്, അതായത് നിങ്ങൾ എജ്യൂപോർട്ടിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് മാർക്ക് തരാനുള്ള സാധനം നമ്മൾ അത് നിങ്ങൾ ഫീസ് തന്നാലും നിങ്ങൾക്ക് മാർക്ക്, നിങ്ങൾ പഠിക്കാൻ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് എജ്യൂപോർട്ട് ഉപയോഗിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. അത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ മാറ്റിയ റിവൈസ്ഡ് എക്സാം പാറ്റേൺ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ വീഡിയോസും കാര്യങ്ങളും ഉള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് ഒരു റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സിൻ്റെ ഒരു മിക്സാണ്. അതായത് ലൈവ് അല്ല നമ്മളെ മെയിൻ റെക്കോർഡഡ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, അതായത് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. എടാ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ക്ലാസ് കാണലാണോ ചോദ്യം ചെയ്യലാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനാണല്ലേ. അങ്ങനെ ഒരു കോമ്പിനേഷൻ എജ്യൂപോർട്ടിൽ മാത്രമല്ല. അതായത് ഒരു ഫുൾ ചാപ്റ്റർ ഒറ്റയടിക്ക് ഒരു 1 ഷോട്ടായിട്ട് ലൈവോ റെക്കോർഡോ തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യനും തരലല്ല എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടത്. നമ്മളൊരു ഫുൾ ചാപ്റ്ററിന കുഞ്ഞു ടോപ്പിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് അത് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത ടോപ്പിക്കിൽ പോയിട്ട് വളരെ എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് ആണ് നമ്മൾ തരിക. ആൻഡ് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ആ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് എടുത്ത ആൾക്കാർ ലൈവായിട്ട് ഉണ്ടാവും. ചില സാറ്റർഡേകളിലൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും സ്പെഷ്യൽ സെഷൻസ് ഒക്കെ ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ്. ഫിസിക്സിൽ ആദ്യത്തെ 2 പാഠത്തിൻ്റെ ലൈവ്, അങ്ങനെയുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം മെയിൻലി റെക്കോർഡഡ് ക്ലാസ്സസ് കൊണ്ട് പഠിക്കുന്നു, ലൈവ് ക്ലാസ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെത്തേഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്താണ് എക്സ്ക്ലൂസീവ് ക്ലബ്ബുകളുണ്ട്. മാത്സ് മാത്രമല്ല എല്ലാ ക്ലബ്ബുകളും ഉണ്ടാകും. ഇപ്പം എന്താ ഈ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പറയാം. അത് 1 ഫീറ്റ് ഫോർ ഓൾ എന്നുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നമ്മളത് ക്വസ്റ്റ്യൻസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അഡാപ്റ്റ് കൊണ്ടുവരുന്നെങ്കിൽ ഈ മാത്സ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചില കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് +1 ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് എന്താണ് എക്സ്പൊണൻസ് അറിയില്ല. ഇപ്പം എന്താ പറയുക, എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ x² (−3) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആൻസർ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇതിൻ്റെ ഡിഫറൻസ്. x² (−3)യുടെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരാം. പലരും പല ആൻസേഴ്സ് ഇടാൻ പോകുന്നത്. അപ്പം ഇത് പക്ഷേ എല്ലാവർക്കും വേണ്ടതല്ല. അപ്പം മാത്സ് ക്ലബ്ബിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും എക്സ്പൊണൻസിൻ്റെ ഒരു സെഷൻ ആവശ്യമുള്ള കുട്ടികൾ മാത്രം കണ്ടാൽ മതി. ഫിസിക്സിലെ കേസിൽ ഇപ്പം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ പല കുട്ടികൾക്കും ഇക്വേഷൻസ് ഒക്കെ അറിയാം, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല.
അപ്പം ആ സാധനം തരും നമ്മൾ പഠിപ്പിച്ചു. അതേപോലെ കെമിസ്ട്രിയിലെ പല സാധനത്തിനും പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ എന്താ പെർസെൻറ്റേജ് ഒരു സ്പെഷ്യൽ സെഷൻ, അങ്ങനെ സ്പെഷ്യൽ ക്ലാസ്സുകളും സ്പെഷ്യൽ സെഷൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ കൂടെ കൊണ്ട് നടക്കും. അതിനാണ് എക്സ്ക്ലൂസീവ് ക്ലബ്ബുകൾ. ഇത് ഇത്തവണ നമ്മൾ ആദ്യം എഡ്യൂപോർട്ടലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന സാധനം കേട്ടോ. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ്സും ഇതും എന്താണ് പരസ്പര പൂരകമായിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് വലിയ മെച്ചമൊന്നുമില്ലെങ്കിൽ ഇപ്പം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 95% ഒക്കെ കറക്റ്റ് അക്യുറസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ഇന്നോവേഷൻസ് റിസർച്ച് നമ്മളവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. യു വിൽ ബി അമേസ്ഡ്. ഈ സാധനം ഞാൻ എന്ത് ചെയ്താണ് ഒഴിവാക്കിയത്, SSLCക്ക് മാത്രം ആ PPT എടുത്ത് ചാമ്പ്യപ്പോൾ ചെറുതായിട്ട് പറ്റിയതാണ്. SSLCക്ക് മാത്രം ആ ഫീച്ചർ അവിടെ ഒഴിവാക്കി. എനിക്ക് വേണമെങ്കിൽ SSLC ലൈവ് പോയി കണ്ടാൽ ഡാനിഷ് സാർ വീഡിയോയിൽ അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ലൈവ് അല്ല ഇതിൽ. പിന്നെ ദ ബെസ്റ്റ് തിങ്, അത് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഹ്യൂമൻ സപ്പോർട്ട് വേണടാ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് നിങ്ങൾ ഏജ് അറിയാം, ഇൻസ്റ്റഗ്രാം, റീല്, ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷനെ കുറിച്ച് അറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുവരുത്താൻ എന്തായിരിക്കും, യു വിൽ ഹാവ് എ പേഴ്സണൽ മെൻറ്റർ. നിങ്ങളൊരു സ്വന്തം ചേച്ചിയെ പോലെ എന്ത് ചെയ്യും, അവർ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ആദ്യമൊന്നും പ്രോത്സാഹിപ്പിക്കും, പിന്നെ മനസ്സിൽ ഇവനെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ചിലപ്പോൾ ചീത്ത പറയലായിരിക്കും. ഈ വേഴ്സ് കേസ് ചിലപ്പോൾ നിങ്ങളെ പാരൻസിനെ അടക്കം നമ്മൾ വിളിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് 100%. അതാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ്. ആൻഡ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ എൽസ്. വേറൊരു സ്ഥലത്തും കേരളത്തിൽ എന്ത് ചെയ്യില്ല ഈ ഒരു സെറ്റപ്പുള്ള സാധനം കിട്ടില്ല. ഉള്ള കുട്ടികൾ തന്നെ പറയട്ടടാ അല്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പെയ്ഡ് ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ചാപ്റ്റർ വൈസ് എന്താണ് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സുകൾ വരും, നിങ്ങൾക്ക് അവസാനവട്ടം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡാപ്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് അത് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവിടെ ചെയ്യുക. അത് അഡാപ്റ്റീവാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്ന് അത് ശരിയാക്കിയിട്ടാണ് നിങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോവുക. അങ്ങനെ എന്താണ് പുതിയ മാറിയ പാറ്റേൺ അനുസരിച്ച് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്തു തരും, നമ്മൾ ഉറപ്പ് വരുത്തി തരും. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും, ഷെഡ്യൂളിൽ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക. ഇതൊക്കെ ധാരാളമാണ് എന്ത് നിങ്ങൾക്ക് 98% മുകളിൽ, ബാക്കി 2% ഭാഗ്യം പോലെ ആയിരിക്കും. അതായത് 520 നിങ്ങളുടെ +1 മാർക്ക്. അതൊരു 510 മുകളിൽ നിങ്ങളിത് കൃത്യമായി ഫോളോ ചെയ്താൽ കിട്ടും. അതാണ് ഈ സ്റ്റാർ. എന്താണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, നിങ്ങളിത് കൃത്യമായി ഫോളോ ചെയ്താൽ. അതായത് ഇന്ന് വരെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഒരു കുട്ടിയും നല്ല മാർക്കിലേക്ക് പോയിട്ടില്ല. പക്ഷെ അതിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ +1ലും +2ലും ഏറ്റവും കൂടുതൽ ഫുൾ മാർക്കും ഏറ്റവും കൂടുതൽ 90%, 90% മുകളൊക്കെ കിട്ടുന്നത് എഡ്യൂപോർട്ടലിൻ്റെ കുട്ടികൾക്കാണ്. കാരണം എന്താ വെച്ചാൽ ദിസ് ഈസ് എ സയൻറ്റിഫിക് വേ ഓഫ് ലേണിംഗ്. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പോയതൊക്കെ പോയിട്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഇത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം എന്ത് ചെയ്യുക, കമൻറ്റിൽ ഉള്ള ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ വിളിച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. ഒരു കാര്യം കൂടെ, കൂടുതൽ സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതും, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യില്ല, അവർ നിങ്ങളെ കൊളാക്കും. ബെറ്റർ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സിന് ഷെയർ. അങ്ങനെ തോന്നുകയാണെങ്കിൽ ബാച്ചിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി ബാച്ചുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഫുൾ മാർക്ക് വാങ്ങാം. ആര് എത്ര ടഫ് പരീക്ഷ ഇട്ടാലും നമ്മൾ പുഷ്പം പോലെ മാർക്ക് സ്കോർ ചെയ്യും.